അപകടത്തിലായ മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്തില്ലെങ്കിൽ മധ്യകേരളം കാത്തിരിക്കുന്നത് താങ്ങാനാവാത്ത ദുരന്തമാണെന്ന് SDPI സംസ്ഥാന സമിതി അംഗം VM ഫൈസൽ വ്യക്തമാക്കി. SDPI മുല്ലപ്പെരിയാർ സമരസമിതി സംഘടിപ്പിച്ച റെഡ് അലർട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ അത്തരത്തിലൊരു അപകടമുണ്ടായാൽ കേരളത്തിനുണ്ടാകുന്നത് ജീവനഷ്ടമാണെങ്കിൽ തമിഴ്നാടിന് 5 ജില്ലകൾ കൃഷിക്ക് വെള്ളം കിട്ടാതെ തകരുന്ന സാഹചര്യവും ഉണ്ടാകും. കേരള നിയമസഭ ഈ വിഷയത്തിൽ പ്രമേയം പാസാക്കാൻ തയ്യാറാവണം. ഡാം തകർന്നാലുണ്ടാകുന്ന അപകടത്തിൻ്റെ സാമ്പിളിൽ നിന്നോണം സംഭവിച്ച പ്രളയത്തിൽ നിന്ന് നാം പഠിച്ചില്ലെങ്കിൽ വലിയ പ്രതിസന്ധിയിലായിരിക്കും നാം എത്തിച്ചേരുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പിന്നീട് ഒരു തലമുറ വരും, അല്ലെങ്കിൽ ആ ഭൂമിയും ആ സമ്പത്തും സർവ്വതും അവിടെ നിലനിൽക്കും. മനുഷ്യന്മാരാ മരിച്ചു പോകുന്നുള്ളൂ. ഞാനതിനെ ചെറുതായി കാണില്ല. ഇതല്ല, നിങ്ങളുടെയൊക്കെ ഓരോ പ്രദേശത്തും നിങ്ങളുടെ വീടിന്റെ 4 ചുറ്റുവട്ടത്തിലായി നിങ്ങൾ കുഴിച്ചിട്ടിരിക്കുന്ന അതിർത്തിക്കൽ ഉൾപ്പെടെ നിങ്ങളുടെ ഭൂമിയുടെ സർവ്വരേഖകളും ഉൾപ്പെടെ ഒരു പുൽക്കൊടി പോലും മെട്രോപൊളിറ്റൻ നഗരവും ഈ പറയലും പറച്ചിലും ഈ മെയ്തടിക്കലുമെല്ലാം പോകും. എറണാകുളം വെള്ളത്തിൽ മുങ്ങിപ്പോകും. 1 മണിക്കൂർ തികഞ്ഞങ്ങാനൊരു മഴ പെയ്താൽ 1.5 കോടി ജനങ്ങൾക്ക് അപകടം സംഭവിക്കാവുന്ന ദുരന്തമാണ് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ തകർച്ചയെന്നും 130 കൊല്ലം പൂർത്തിയായ ഡാം പൊട്ടാതിരിക്കുന്നത് ജനതയുടെ ഭാഗ്യമായി മാത്രമേ കാണാൻ കഴിയൂ എന്നും പീപ്പിൾസ് കേരള മൂവ്മെന്റ് ചെയർമാൻ ജേക്കബ് പുളിക്കൽ പറഞ്ഞു. സമരസമിതി ചെയർമാൻ അലോഷ്യസ് കൊള്ളനൂർ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ സമരസമിതി ജനറൽ കൺവീനർ അജ്മൽ K മുജീബ്, NHEP സംസ്ഥാന സെക്രട്ടറി സ്റ്റീഫൻ റാഫേൽ, SDPI എറണാകുളം ജില്ലാ പ്രസിഡന്റ് VK ഷൗക്കത്ത് അലി, വിമൺ ഇന്ത്യ മൂവ്മെന്റ് ജില്ലാ കമ്മിറ്റി അംഗം റസീന സമദ്, സമരസമിതി വൈസ് ചെയർമാൻ K മുഹമ്മദ് ഷമീർ, അംഗം നാസിം പുളിക്കൽ, റഫീഖ് വിടാക്കുഴ, സമരസമിതി കൺവീനർ നിയാസ് മക്കാർ തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിന്റെ വിവിധ സമയങ്ങളിലായിട്ട് പല സ്ഥലങ്ങളിലും പല രീതിയിലും ഈ വിഷയം ചർച്ച ചെയ്യപ്പെട്ടെങ്കിലും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ഭരണകൂടം അല്ലെങ്കിൽ സാമ്പ്രദായിക പാർട്ടികൾ ഗവൺമെന്റിന്റെ ഒരു തലത്തിലുള്ള മുഖ്യ അജണ്ടയായിട്ട് ഇതൊരിക്കൽ പോലും വന്നിട്ടില്ല. ആലുവ ലൈവ് ന്യൂസിന് വേണ്ടി സിദ്ദീഖ് കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി.